1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണാൻ അരീക്കോട്ടേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അരീക്കോട് വിജയ ജംഗ്ഷൻ മുതൽ വാഴക്കാട് റോഡ് ജംഗ്ഷൻ വരെയാണ് DK ശിവകുമാർ റോഡ് ഷോ നടത്തിയത്. കേരളത്തിന്റെ മതസൌഹാർദ്ദത്തെ വാനോളം പുകഴ്ത്തിയ അദ്ദേഹം LDFനെയും BJPയെയും കടന്നാക്രമിച്ചു. താൻ ഒന്നിലധികം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടെന്നും ദക്ഷിണേന്ത്യയിൽ എവിടെയും ഇത്തവണ മോദി തരംഗമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംസ്ഥാനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 19 MPമാരെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അവർ പാർലമെന്റിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധീരോദാത്തമായ പ്രകടനം നയിച്ചവരാണ്. അവരൊക്കെ പാർലമെന്റിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട്. Because of their voice which you have given them, because of the strength you have given them, they could raise their voice in parliament. That is why all your Kerala MPs were being suspended. ഈ കേരളത്തിലെ 19 MPമാർക്കും വാക്കും നാക്കും ശക്തിയും നൽകിയത് നിങ്ങളാണ്. നിങ്ങളെയാണ് അവർ പ്രതിനിധീകരിച്ചത്. ആ രാഷ്ട്രീയത്തിന് മുന്നിൽ അവർ എല്ലാവരെയും മോദിയുടെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടം സസ്പെൻഡ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. Your MP, Honorable Rahul Gandhi, who is my leader, he has created a big strength in this country. With your strength, with your support, after becoming MP from here, after seeing all of you, he said that he should keep this country united. ദക്ഷിണേന്ത്യയിൽ BJP ഇത്തവണ രണ്ടക്കം കടക്കില്ല. കേരളത്തിലെ LDF സർക്കാർ കെടുകാര്യസ്ഥതയുടെ പര്യായമാണ്. എല്ലാ മേഖലയിലും സർക്കാർ പരാജയപ്പെട്ടു. പെൻഷനും ശമ്പളവും കൃത്യമായി നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. LDFന് വോട്ട് നൽകുന്നത് സമയം പാഴാക്കുന്നത് പോലെയാണ്. കേന്ദ്ര സർക്കാർ സർവ്വ മേഖലയിലും സാധാരണക്കാരെ ദ്രോഹിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം രൂക്ഷമായ വിലക്കയറ്റമാണ്. സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന ജൻധൻ അക്കൌണ്ട് വഴി 15 ലക്ഷം രൂപ തിരികെ നിക്ഷേപിക്കുമെന്നായിരുന്നു BJP പറഞ്ഞിരുന്നത്. ആർക്കെങ്കിലും അത് കിട്ടിയോ? 2 കോടി തൊഴിൽ നൽകുമെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുമെന്നും BJP പറഞ്ഞു. സർക്കാർ ഒരു വാഗ്ദാനവും ഇതുവരെ പാലിച്ചിട്ടില്ല. കർണാടകയിൽ BJP ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കുകയാണ്. കേരളത്തിൽ അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും മലയാളികൾ അത് പ്രതിരോധിക്കുകയാണെന്നും കേരളത്തിന്റെ മതസൌഹാർദ്ദം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF മണ്ഡലം ചെയർമാൻ ഗഫൂർ കുർമാടൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി KP നൌഷാദ് അലി പ്രസംഗം പരിഭാഷപ്പെടുത്തി. MLAമാരായ PK ബഷീർ, AP അനിൽകുമാർ, UDF മണ്ഡലം കൺവീനർ KK അബ്ദുള്ളക്കുട്ടി, അജീഷ് അഡാലത്ത്, KT അഷ്റഫ്, PP സഫറുള്ള, AW അബ്ദുറഹ്മാൻ, EA കരീം, പാലത്തിങ്ങൽ ബാപ്പുട്ടി, MK കുഞ്ഞിമുഹമ്മദ്, റസാഖ് ഹാജി, റെയ്ഹാനത്ത് കുർമാടൻ, CT അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, അരീക്കോട്. നെസ്റ്റോയുടെ ഡിസ്കൗണ്ട് സൂപ്പർ സ്റ്റോറായ സൗദി അറേബ്യയിലെ മാർക്ക് ആൻഡ് സേവ് സ്ഥാപനത്തിൽ ജോലി നേടാൻ ഒരു സുവർണാവസരം. ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂ ഏപ്രിൽ 22-ന് നിലമ്പൂരിലും ഏപ്രിൽ 23-ന് മഞ്ചേരിയിലും. ഫോൺ 9207088891.